ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇതാ നേരം ഒരു പുലർച്ചെ ഒരു 4:30 ആയിട്ടുണ്ട് കേട്ടോ എണീക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. ഇന്നത്തെ ഡേക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. അത് എന്താണെന്നുള്ളത് ഞാൻ വയ്യെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കിയിട്ട് ആ ഒരു പ്രോഗ്രാമിന് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 5 കോഴിമുട്ടോളം എടുത്തിട്ടുണ്ട്. അതിൽ ഏലക്കാപ്പൊടിയും പിന്നെ പഞ്ചസാരയും കുറച്ച് പാലും എടുത്തിട്ടുണ്ട്. മധുരമൊക്കെ നമ്മൾ കുറച്ച് തോനെ തന്നെ ആഡാക്കുന്നതാവട്ടെ ചട്ടിപ്പത്തിരിക്ക് നല്ലത്. എന്നിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ബാറ്റർ തന്നെ നമുക്ക് വേറെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 4 കോഴിമുട്ടോളം ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് സെയിം ആയിട്ടുള്ള പഞ്ചസാരയും ഏലക്കാപ്പൊടിയും പാലും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്കും മധുരം നമ്മൾ കുറച്ച് തോനെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം എന്താ വെച്ചാൽ ചട്ടിപ്പത്തിരി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മധുരമുള്ളതാണ് കേട്ടോ. അപ്പോൾ 2 ബാറ്ററും നല്ലപോലെ മിക്സ് ചെയ്ത് നെയ്യിൽ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കുറച്ച് തോനെ എടുത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എന്താ വൈറ്റ് കളർ കസ്കസും കൂടി എടുത്തിട്ടുണ്ട്. കോഴിമുട്ട വെച്ചിട്ടുള്ള മിക്സാണ് ആദ്യം തന്നെ നമ്മൾ ഒന്ന് കുറുക്കിയെടുക്കുന്നത് നെയ്യിലിട്ടിട്ട് കേട്ടോ. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഈ ഒരു കോഴിമുട്ടേൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതേപോലെ നമുക്ക് കിട്ടണം കേട്ടോ. അങ്ങനെ ഒരു കുറുക്ക് രൂപത്തിലാണ് നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടേണ്ടത്. ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുള്ള പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ല പോലെ എല്ലാ ഭാഗത്തും മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആദ്യം തന്നെ നമ്മൾ ചപ്പാത്തി ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പല്ല മൈദപ്പൊടിൻ്റെ ബാറ്റർ വെച്ചിട്ട് ദോശ പോലെ പരത്തിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ മൈദപ്പൊടി വെച്ചിട്ട് ഇതേപോലെ പരത്തി ചപ്പാത്തി പോലെ ആക്കിയതാണ്. എന്നിട്ട് ആദ്യം തന്നെ 2 ലെയർ നമ്മൾ കോഴിമുട്ടൻ്റെ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കോഴിമുട്ടയും റോസ്റ്റ് ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി കസ്കസ് ഒക്കെ ചേർത്തിട്ട് പിന്നെയും വീണ്ടും അടുത്ത ലെയർ അങ്ങനെ മൊത്തം ലെയർ വെച്ചിട്ട് ലാസ്റ്റാണ് ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി വരുന്ന ബാറ്റർ ഉണ്ടല്ലോ കോഴിമുട്ടൻ്റെ ആ ഒരു മിക്സൊക്കെ അത് നമ്മൾ ഇതിന് മുകളിലായിട്ട് പാർന്നെടുത്തിട്ട് നല്ലപോലെ അടിച്ച് വെച്ചിട്ട് ഒരു പാനിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ. ആ പാൻ ആദ്യം തന്നെ ഞാൻ നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യാനുള്ള പാത്രം ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 30 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ലാസ്റ്റ് ഇതാ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഉള്ളൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല അടിപൊളി മാഷാ അല്ലാ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇന്ന് ദോശൻ്റെ മാവും കാര്യങ്ങളൊക്കെ തലേന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ നമുക്ക് കൂടുതലായിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് പിറ്റേന്ന് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ ഒരുവിധം പണികളൊക്കെ ഞാൻ ഒതുക്കി വെക്കാറുണ്ട് കേട്ടോ. ആ കൂട്ടത്തിൽ പെട്ടതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കും എന്നുള്ളത് തലേന്ന് തന്നെ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉഴുന്ന് ദോശൻ്റെ മാവും കാര്യങ്ങളൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഇപ്പോൾ ഇതിലേക്ക് ഉണ്ടാക്കുക എന്നുള്ള കൺഫ്യൂഷൻ വന്നപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ ഉപ്പേരിയും ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതാ തൊലിയും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചായക്കുള്ള വെള്ളം ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ കാഞ്ഞ് വന്നപ്പോൾ അതിലേക്ക് ഇതാ ചായപ്പൊടി ഇട്ടിട്ട് ആ ചായ അങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പാന് ഉള്ളിയൊക്കെ തൊലിച്ച് കഴിഞ്ഞപ്പോഴേക്കും പാന് ചൂടായി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ബാറ്റർ ഒഴിച്ചിട്ട് ഉഴുന്ന് ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അടി നല്ല പോലെ മൊരിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ദോശ എടുക്കുന്നത്. ഇത് ഞാൻ മറിച്ചിട്ടിട്ടൊന്നും കൊടുക്കുന്നില്ല, ഇതേപോലെ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ദോശയും കാര്യങ്ങളൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറിയ ഇഷ്യൂവിനെ മദ്രസിലേക്ക് ആക്കാണ് കേട്ടോ. അപ്പോൾ വേഗത ചായ ഒന്ന് ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുകും കറിവേപ്പില ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു മല്ലിപ്പൊടിയും കൂടിയും ചേർത്തിട്ടാണ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമുക്ക് വയറ്റി കിട്ടുന്ന സമയത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനൊക്കെ മഴ പെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നും മഴ ആയിരിക്കും എന്നുള്ളത്. എത്രത്തോളം മഴ ഉണ്ടോ എന്നുള്ളതെന്ന് അറിയില്ല കേട്ടോ. രാവിലെ നല്ല വെയിൽ കണ്ട് സമാധാനം ഉണ്ട്. അങ്ങനെ ഇതാ ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ചെറിക്കുള്ള ചായയും ഞങ്ങളൊക്കെ ഒരുമിച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം നമ്മൾ കാലിച്ചായ ഇട്ട് പാൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്.
എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയ ചായ കുടിച്ച് ഇഷുവിനെ മദ്രസിലാക്കി പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കടയിലേക്ക് പോകാൻ ഒരുങ്ങാണ്. അതിന് ചെറിയ അവിടുന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ ഉരുളക്കിഴങ്ങും ഉഴുന്ന ദോശയും കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ ചട്ടിപ്പത്തിരിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതാ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പോണതിന് മുമ്പായിട്ട് ചെറിയനോട് ഞാൻ വാഴൻ്റെ ഇലയൊക്കെ ഒന്ന് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ലപോലെ വാട്ടിയെടുത്തിട്ട് ഞാൻ കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടുള്ള പാത്രത്തിൻ്റെ ഉള്ളിലായിട്ട് ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതാ നമ്മൾ ചട്ടിപ്പത്തിരിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് കട്ട് ചെയ്യലും അത് സെറ്റാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ വേഗം ഞാൻ മാറ്റിയിട്ട് ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇഷുവിനെ മദ്രസയിൽ നിന്ന് കൂട്ടിയിട്ടാണ് നേരെ പോകുന്നത്. ഒരു 9 മണി ആകുമ്പോഴാണ് കേട്ടോ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓട്ടോ വിളിച്ചിട്ട് നേരെ മുക്കത്തേക്ക് പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അങ്ങനെ ഇഷുവിനെ ഒന്ന് വീട്ടിലാക്കണം. അപ്പോൾ ഞാൻ ഉപ്പാനോട് ജംഗ്ഷനിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെ പറഞ്ഞേച്ച് ഇതാ നേരിട്ട് കോഴിക്കോടേക്കുള്ള ബസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കോഴിക്കോട് ബസ്സിലട് കയറലും പിന്നെ പെരുമഴയായിരുന്നു കേട്ടോ. നിൽക്കാതെ മഴ പെയ്യായിരുന്നു. അപ്പോൾ നമ്മളെ പ്രോഗ്രാമൊക്കെ ഉണ്ടാവും എന്നുള്ളത് വയ്യെ കണ്ടറിയാം. ആദ്യം വിചാരിച്ചത് പാളയത്ത് ഇറങ്ങാമെന്നായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പുതിയ സ്റ്റാൻഡിൽ ഇറങ്ങിയ അവിടെയുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് പഴംപൊരിയും ചായയൊക്കെ കുടിച്ചിട്ടു. എൻ്റെ കൂടെ എൻ്റെ സിസ്റ്ററിൻലോ ഉണ്ടായിരുന്നു. അങ്ങനെ അവൾക്കുള്ള ചായയൊക്കെ വാങ്ങി കൊടുത്ത് ലാസ്റ്റ് നമ്മൾ നേരെ ബീച്ചിലേക്ക് ഒരു ഓട്ടോ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഒരു 50 രൂപേൻ്റെ ഓട്ടോ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ നേരെ ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. ബീച്ചിൻ്റെ കോലം വരെ മാറാൻ പോവുകയാണ്. അങ്ങനെ നമ്മളെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത് സ്റ്റേജിൻ്റെ ബേക്കിലായിട്ടാണ്. ഇതാണ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൗൺസിലിംഗ് സൈക്കോളജി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ള 14th ബാച്ചിലെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമാണ് കേട്ടോ. ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ ആദ്യം വെൽക്കം ഡ്രിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നമ്മൾ പരിചയപ്പെടുകയാണ്. കുറേ ആൾക്കാരെ അറിയുക, കുറേ ആൾക്കാരെ അറിയില്ല, കുറേ ആൾക്കാർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. അതിലുള്ള സങ്കടം, അവരെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഓരോരോ പലഹാരങ്ങളുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കട്ട് ചെയ്യലും എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു കേട്ടോ. കോഴിക്കോടുള്ള ടീം പ്രത്യേകമായിട്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം കേരളത്തിൽ അവിടെയും ഇവിടെ ആയിട്ടുള്ളവർ മൊത്തം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പ്രായഭേദമന്യേ നമ്മളെല്ലാവരും കൂടി പഠിക്കുന്ന ഒരു കോഴ്സായിരുന്നു കേട്ടോ കൗൺസിലിംഗ് സൈക്കോളജീൻ്റെ. അങ്ങനെ നമ്മളെല്ലാവരെയും കാണാനിടയായി. പിന്നെ അവിടുന്ന് നമുക്ക് പെരുമഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂട്ടത്തിൽ കുറേ ആൾക്കാർ പാട്ട് പാടുന്നവരുണ്ടായിരുന്നു. അവരുടെ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റി. പിന്നെ എല്ലാവരും കാണാൻ പറ്റിയതിലുള്ള സന്തോഷമാണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഫുഡിന് ചിക്കൻ ബിരിയാണി ആയിരുന്നേ. അങ്ങനെ അതൊക്കെ നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബിരിയാണി കഴിക്കുന്ന ടൈമാണ്. അതും ബീച്ചിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ സിസ്റ്ററിലോ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവളെയും കൂട്ടിയിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നേരെ നമ്മൾ കടലിൽ പോയിട്ടോ. കടലിൽ ഇറങ്ങി തിരമാലേൻ്റെ അടുത്ത് നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പ്രോഗ്രാം കുറച്ചൊരു റെസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇപ്പോൾ കുറച്ച് മയക്ക് ശമനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് മൊമെൻറ്റോയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോരുത്തർക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തു. പിന്നെ ഓരോ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോരാൻ നേരത്ത് ഒരു ഐശ്വര്യത്തെയും കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.